തരുമോ? ഒരു പുല്ലും നടക്കൂല. നമ്മള് കണ്ണൂര് റെഡ് വാളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അവന്മാര് ഇവന്റെ തല വെട്ടി താഴെ ഇടും. ഞങ്ങൾ സേവാതെല്ലാം നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവളിപ്പോ ഇങ്ങോട്ട് വന്ന് എന്തിനാന്നറിയാവൂ? എന്തിനാ? ഇപ്പൊ ഇലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല. അല്ലേ, ഇയാളെന്തിനാ ഇവളുടെ പുറകെ പോയത്? ഇനി ഇവര് കൂട്ടുകെട്ടുണ്ടാക്കൂ. ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ? ഞാൻ ഉള്ളോടത്തോളം കാലം അതിന് സമ്മതിക്കില്ല. തനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ആ മുറിയിൽ പോയി ഇളനീര് കുടിച്ച് വിശ്രമിക്കും. ഇളനീർ കുടിക്കുക മാത്രമല്ല, ഇളനീരിൽ കുളിക്കുകയും ചെയ്യാം. താൻ കയറിയത് പിന്നെ തേങ്ങാക്കി ഒരു വിലയുമില്ല. ഒരു താങ്ങ് ഞാൻ വെച്ചെന്നുണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, താങ്ങുവില. ആരാ ആരാ എന്താ? ഞാൻ അങ്ങയെ ഉണർത്തിക്കാൻ വന്നതാ. അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ. അയ്യോ അതല്ല, 8:30 ചാനലിൽ പരിപാടി അവതരിപ്പിക്കണ്ടേ, അവർ വെയിറ്റ് ചെയ്യുന്നു. ഓ, മുഖ്യമന്ത്രിയോട് ചോദിക്കുക. സൂപ്പർ ഹിറ്റ് ഷോ. ഓ, കോമഡി ഷോ, കോമഡി ഷോ. ഇന്ന് ആളുകൾ മരിച്ചു മരിച്ച് ചിരിക്കും. കളിയാക്കാതെ പോണോ. ഇത് ഇതുവരെയായിട്ട് പോയി. എന്താ എന്താ? ஐயா, நான் அவங்களே அல்ல, உங்களதா பார்க்க வந்தேன். എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത്? ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം അറിയാമല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ടീച്ചറുടെ ചെവിയിലെത്തും. നിങ്ങൾക്ക് അവിടെ MGRനെ പേടിയില്ലയോ? അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരുത്തനെ പേടിയുണ്ട്, MVR. ഓ, രാഘവേട്ടൻ. അപ്പൊ എല്ലാരും അറിയാല്ലേ? ஐயா, ഞാൻ ജനങ്ങളുടെ അടുത്തൊരു വാക്ക് കൊടുത്തു പോയി. അതുക്കാക നീങ്ക വന്ന് എനിക്കൊരു ചിന്ന വാക്ക് തരണം. എന്ത് വാക്ക്? ഞാൻ ജയിച്ചു വന്നാൽ പൊക്കണം. പൊക്കണോ? എന്തോന്ന് പൊക്കണം? പൊക്കി കെട്ടണം. ആരെ പൊക്കി കെട്ടണം? അന്ത മുല്ലപ്പെരിയാർ ഡാം അയ്യാ. അത് ശരി, അത് പൊക്കുകയോ താക്കുകയോ ഒക്കെ അമ്മയുടെ ഇഷ്ടം. ഞാൻ വേണമെങ്കിൽ ഷട്ടർ ഒന്ന് തുറന്നു തരാം. അതിനുള്ള ആവത എനിക്കുള്ളൂ. പ്രോമിസ്? റൈറ്റ്, ലാൽ സലാം. ஐயா, நான் அவங்களே அல்ல, உங்களதா பார்க்க வந்தேன். என் புன்னகை மன்னா. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മകൻ മണത്ത് മണത്ത് വരും. ஐயா, அந்த മുല്ലപ്പെരിയാർ ഡാമിൽ ഏതാവത് ഒരു ഡിസിഷൻ എടുക്കണം അയ്യാ. ഒരു കാര്യം ചെയ്യാം, ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെടട്ടെ. അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം. ഞാനും സോണിയയുമായി ബന്ധപ്പെട്ടാലോ? നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, ഒന്നും നടക്കില്ല. സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം. നടക്കുമാ? എന്തെങ്കിലുമൊക്കെ നടക്കും. வந்துட்டாளே வந்துட்டாளே, நான் எங்க போனாலும் என்ன சுற்றி சுற்றி வருவேன். யாரது? அந்த நிധി. നിധിയാ? എങ്കിൽ പുറത്ത് പറയണ്ട, 50-50 നമുക്ക് എടുക്കാം. ഛേ, அந்த നിധിയല്ല, ഇത് കരുണാനിധി. കരുണാനിധി? ஆலிலை கண்ணா ஒன்றை முரளிக கேட்கும் போது என் மனதில் காட்டுணரும், ஆயிரம் கனை உணரும். കരുണാനിധിയാണെന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണിയാണോ വരുന്നത്? വളിയമ്പലത്തിൽ വളി തെറ്റി വന്നു നാണൊരു. തച്ചോളി തറവാട്ടിൽ വന്ന് വൃത്തികേട് പാടുന്നോടോ? തനിക്കൊരു നാണമില്ലേ? வணக்கங்க. ஐயோ, இந்த தாடகை எப்படி இங்க வந்தது? വാടകയോ? ഇവളെ വാടകയ്ക്ക് എടുത്തതാണോ? ஐயோ, உங்களுக்கு தெரியாது. எவருக்கு தமிழ்நாட்டுல எங்கவே சீட்டு கிடைக்கல. இப்ப கேரளாவுக்கு வந்திருக்குது. இங்க ஏதாவது சீட்டு கிடைக்கவே ட்ரை பண்றதுக்கு. இவள பெரிய பாரு. நீ என்ன மத்தாரோ செடி பாலடி. क्या है? This is a कलहम. Hey hey ho hum ha. തച്ചോളി തറവാട് है. not പറവൂർ ചന്ത. എന്താ ഇവിടെ ചന്തയെ കുറിച്ച് പറഞ്ഞത്? ചന്തയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് എത്തിയല്ലോ 100 ആയിഷ. വരൂ 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 വരൂ. ആരാ ഈ അന്ധൻ? അന്ധനല്ല, അത് കരുണാനിധി.
ഈ ലോകത്ത് കരുണയുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് കരുണാനിധി, ഒന്ന് കരുണാകരൻ. പേരിൽ കരുണ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനസ്സ് നിറച്ച് കുഷ്ടമില്ല. തുമാരാ ആഗമന കാ ഉദ്ദേശ ക്യാ ഹൈ? எங்க பெரியவரே என்னை எப்படியாவது காப்பாத்தணும். நான் வேணும்னா உங்க காலை பிடிக்கிறேன். കാലിൽ പിടിച്ചാലും മുട്ടിൽ പിടിക്കരുത്. ചിരട്ട മാറ്റി വെച്ചിട്ട് 2 ആഴ്ചയായുള്ളൂ. எங்க நம்மக்குள்ள பேசும் இந்த ஆளு இடையில பேசிட்டு இருந்தா எப்படி? ஒரு விஷயம் பேச வேண்டாமா? एक आदमी बोलते നടക്കിയേറി വേറെ ആത്മീ ബോൾത്തിയാൽ ആദ്യം ബോൾത്തിയ ആത്മിക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? പോത്തെ എന്നെയാണോ പോത്തേന്ന് വിളിച്ചത്? ഏയ്, ഓന് പോത്തും കഴുതയും കണ്ടാ തിരിച്ചറിഞ്ഞൂടെ? ஆமா, இந்த துளுநாட்டில் நல்ல சேகவன கிடைக்கும்னு கேள்விப்பட்டிருக்கு. அது புழுவா? புழு நகி சச் சச் சச்சின் டெண்டுல்கர். சச்சின் டெண்டுல்கரா? அப்படி என்ன, எங்க ஊர்ல என்னோட எதிர்கட்சி தலைவி அந்த முடிச்சு தலையை உதிர்க்கிறதுக்கு நல்ல டிஷின் தெரிஞ்ச ஒரு நல்ல சேகவன தேவை. இதா அதுக்காக நான் கொண்டு வந்திருக்கேன். பிடிங்க. ஏ क्या है? அங்க படம். படம் 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 தகல்கா 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 தகல்கா. ஐயோ, பணம் கொடுத்தப்ப அந்த ஆளு பயந்து தகல்கா தகல் சொல்லிட்டு ஓடி போயிட்டாரே. വാങ്ങിക്കൂല. ചെറിയ സൂട്ട് കേസ്, പണം, ചെറിയ ക്യാമറ ഒക്കെ കണ്ട ഇപ്പൊ താമരക്കാർക്ക് ഭയങ്കര പേടിയാ. അയാള് വാങ്ങിയില്ല അല്ലേ? വാങ്ങലേങ്ക. ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ ശരിയാക്കി തരാം. ഇതാ പിടിങ്ക. ഇത് തീരെ ശരിയായില്ല. എന്നാൽ പകുതി പിടിച്ചോ. ഇപ്പൊ എല്ലാം ശരിയായി. ஏங்க அங்க பணம் கொடுத்திருக்கு, நல்லா கிடைக்குமா சேகவனே? ആരുടെ പണം? എന്ത് പണം? ஐயோ, இப்பதானே நான் கொடுத்தேன் உங்ககிட்ட துட்டு. താൻ ആരാ? എനിക്കറിയില്ലല്ലോ. ஐயோ, பணம் உங்க முன்னாடி வச்சா நான் கொடுத்தேன். ആര് കൊടുത്തു? താൻ പോടോ, ഞാൻ ആദ്യമായിട്ടാ തന്നെ കാണുന്നു. ஐயோ, இந்த மாதிரி 2 பேரும் பேசிருந்தா எப்படி? என் துட்டு என் பணம் வச்சுட்டு இப்படி பேசுறேன் எப்படி? നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കി. ഇവിടെ ഡിവൈഎഫ്ഐക്കാരൊന്നും ഇല്ലയോ? പുറത്തേക്ക് പോടോ. நான் யாரு தெரியுமாடா? தங்க கம்பிடா, தமிழ்நாட்டு கருணாநிதிடா. டேய், நீ எல்லாம் மலக்கறி வாங்குறதுக்கு எங்க பாண்டி நாட்டுக்கு லாரியுமாயிட்டு வாடா. வெண்டைக்காய், கத்திரிக்காய், தக்காளி, பொக்காளி இதெல்லாம் வாங்குறதுக்கு வாடா. நான் உனக்கு புண்ணாக்கு கொடுக்கறேன்டா, புண்ணாக்கு. கடவுளே, நிப்பி வலிப்பிச்சுட்டாங்களே. இப்படியா இருந்தா கேரளா ஜனங்களோட സ്ഥിതി என்ன? ஐயோ கஷ்டப்பா. ഉരുവിട്ടാ ഓടി പോയിடுறப்பா. താൻ ആ തമിഴിനെ വലിപ്പിച്ച് ഏതായാലും നന്നായി. നമ്മൾ തമ്മിൽ ഈ സൗഹൃദത്തിലാണെന്നുള്ള കാര്യം അണികൾ അറിയണ്ട. അല്ലെങ്കിൽ നമുക്ക് അവന്മാരെ വലിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്നു മുതൽ നമ്മൾ तुम्हारा വലിപ്പിക്കൽ मैं अपर നിന്ന് देखने हैं. India is our country. All Indians are our income and servants. ജയ് മണിച്ചൻ. ജയ് പാമോയിൻ. ജയ് തകൽക്ക. ആടാം പാടാം രാഷ്ട്രീയ ചേകവന്മാർ ഇൻകം വാങ്ങിയ കഥകൾ, കോഴ കഥകൾ, ആയുധ കഥകൾ, അഴിമതി കഥകൾ പാടാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നണേ. ആരോടും പറയാതെ തന്നെ പോയേക്കാം. അവൾ ഇതെന്താ ഇത്? ബ്ലൗസാ? യക്ഷിയുടെ ബ്ലൗസ്. സാരിയാ? ഇതൊക്കെ ഊരിയിട്ടുണ്ട് നടക്കാണ് ഇപ്പൊ ഇതിലെ. അപ്പൊ ഇനിയും കാണണമല്ലോ പാർട്സുകള്. പാവാട വേണം മേല. വന്നുണ്ട്. അയ്യോ, എന്നാ കൊല്ലി. ഞാൻ ചോര കൂടി. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. മനുഷ്യന് വീട്ടിൽ പോകാനും സമ്മതിക്കൂലേ? അമ്മോ, ഇതെന്താണിത്? ഇതൊക്കെ ഊരിയിട്ടിട്ട് പുതിയ ഡ്രസ്സിലാണല്ലോ. എന്ത് പറ്റി? സ്വാമി, നാളെ ഉത്സവത്തിന് തെങ്കാശി ഉത്സവം. അതെ, എനിക്ക് ആ ഉത്സവത്തില് ആടണം പാടണം. അയ്യോ, യക്ഷികളും മനുഷ്യരും തമ്മിൽ ആടിയാലും പാടിയാലും ശരിയാവില്ലോ. അപ്പൊ എന്ത് ചെയ്യും? സ്വാമി പ്ലീസ്, എന്നെ ആടാൻ സമ്മതിച്ചാൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ല, രക്തം കുടിക്കില്ല. ആരെ ശല്യപ്പെടുത്തില്ല, രക്തം കുടിക്കയില്ല. പ്രോമിസ്? പ്രോമിസ്.
ഓക്കെ, നാളെ തെങ്കാശി ഉത്സവം നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിക്കുന്നു. യെസ്.